നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ ഫോണിനകത്ത് നമ്മൾ എന്തെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മുടെ ഫോണിനകത്ത്. നമ്മൾ എത്ര തവണ ടച്ച് ചെയ്തു, നമ്മൾ എത്ര തവണ അൺലോക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അവസാനമായി ഉപയോഗിച്ച ആപ്പ് ഏതാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആപ്പ് ഏതാണ് തുടങ്ങി നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫോണിനകത്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ ഈസിയായിട്ട് നമുക്കതൊക്കെ കണ്ടെത്താൻ സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പോവുകയാണ്, വീട്ടിലൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും അൺലോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ആപ്പുകൾ ഉപയോഗിച്ചു, എത്ര സമയം ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആ ഒരു സെറ്റിങ്സ് നമ്മുടെ ഫോണിനകത്തുണ്ട്. ഏതാണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. വളരെ ചെറിയൊരു സെറ്റിങ്സാണ്, എല്ലാവരുടെ ഫോണിലും ഉണ്ടാകും. ഡിജിറ്റൽ വെൽബീങ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡിജിറ്റൽ വെൽബീങ് എന്ന്, അല്ലെങ്കിൽ ജസ്റ്റ് ഡിജിറ്റൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കാണാം ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾ എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് കുട്ടികളുടെ ഫോണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫോൺ ചെക്ക് ചെയ്ത് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ രക്ഷിതാക്കൾക്കുള്ളൊരു ഫീച്ചറാണ്. ഇതിനകത്താണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോൺ എടുത്താൽ ആ ഫോണ് എത്ര സമയം ഉപയോഗിച്ചു, ഏതൊക്കെ ആപ്പുകൾ ഉപയോഗിച്ചു, ഇന്നത്തെ ദിവസം നമ്മൾ എത്ര സമയം ഫോൺ ഉപയോഗിച്ചു, ഇന്നത്തെ ദിവസം ഏത് ആപ്പാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത് എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. ഞാൻ ഓരോന്നും കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സൗകര്യം എല്ലാ ഫോണിലും ഉണ്ട്. ഇനി ഏതെങ്കിലും പഴയ മൊബൈൽ ഫോണിൽ ഈ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഗൂഗിളിൻ്റെ ഈ ഒരു ആപ്പ് കിട്ടും. ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ ഒരു റൗണ്ട് സർക്കിൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പ്. ഇപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണുന്നത് ഇവിടെ കാണാം വാട്സപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ മധ്യഭാഗത്ത് ഇന്ന് ഞാൻ ഫോൺ ഉപയോഗിച്ചിരുന്ന 6 മണിക്കൂറും 14 മിനിറ്റുമാണ് ഈ സമയം വരെ ഞാൻ ഫോൺ ഉപയോഗിച്ചത്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാട്സപ്പ് ആണെന്നും, പിന്നെ ഉപയോഗിച്ചത് മലയാളം ടെക്സ്റ്റ് ഇമേജ് എഡിറ്റർ എന്നുള്ള ഒരു ആപ്പാണെന്നും, പിന്നെ വൈറ്റി സ്റ്റുഡിയോ ആണെന്നും, പിന്നെ യൂട്യൂബ് ആണെന്നും, മറ്റ് ആപ്പുകൾ, അതായത് ഈ പറയപ്പെട്ടതല്ലാത്ത ആപ്പുകൾ ഉപയോഗിച്ച ആ ഒരു കളർ ഇവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ 6 മണിക്കൂറും 14 മിനിറ്റും ഞാൻ ഇന്ന് ഉപയോഗിച്ച ഇത് ഈ മധ്യഭാഗത്ത് ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഓപ്പൺ ആകും. ഇവിടെ ഞാൻ ഉപയോഗിച്ച ദിവസങ്ങളുടെ ഒരു ചാർട്ട് കിട്ടും. തിങ്കൾ, ചൊവ്വ, ബുധൻ ഓരോ ദിവസത്തെയും ഡാറ്റ ഇവിടെ കാണാം. മുകളിൽ എത്ര മണിക്കൂറാണെന്ന് ഇന്ന് ഉപയോഗിച്ച കാണാം. മുകളിൽ സ്ക്രീൻ ടൈമിംഗ് എന്ന് കാണാൻ സാധിക്കും. ഈ സ്ക്രീൻ ടൈം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീൻ ടൈമും നോട്ടിഫിക്കേഷൻ റിസീവ്ഡും ടൈം ഓപ്പൺഡും ഒക്കെ കാണാൻ സാധിക്കും. നമ്മൾ നോട്ടിഫിക്കേഷൻ റിസീവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം 1457 നോട്ടിഫിക്കേഷൻ ഇന്നത്തെ ദിവസം മാത്രം എൻ്റെ ഫോണിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ ടുഡേ എന്നുള്ളത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ റിസീവ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഓപ്പൺ ഉണ്ട്. നമ്മൾ എത്ര സമയം ഓപ്പൺ ചെയ്തു എന്നുള്ള 106 തവണ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസത്തിൻ്റെയും ഒരു ഗ്രാഫ് കിട്ടും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഓരോ ആപ്പും എത്ര തവണ ഓപ്പൺ ചെയ്തു എന്ന് കാണാം. 269 തവണ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ്. നമ്മളതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം അതിൻ്റെയും ഡീറ്റെയിൽസ്, എത്ര തവണ ഓപ്പൺ ചെയ്തു, എത്ര നോട്ടിഫിക്കേഷൻസ് ഇതുവരെ വന്നു, നമ്മുടെ സ്ക്രീൻ ടൈമിംഗ് എത്ര സമയം നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതും. വലതു ഭാഗത്ത് നിങ്ങൾക്ക് ഡേറ്റ്, ഓരോ മണിക്കൂറിലെയും ദിവസത്തെയും ഡീറ്റെയിൽസും, ഇടതു ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും ചാർട്ടും, താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ അതിന് ടൈമർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിൻ്റെ ഈ ഒരു ചാർട്ട് നമുക്ക് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൈമർ ഉപയോഗിച്ച് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഓരോ 30 മിനിറ്റിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കും. താഴെ ഭാഗത്ത് മാനേജ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും താഴെ ഭാഗത്ത് ആപ്പ് യൂസ്ഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം. ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്പ് വർക്ക് ചെയ്ത് വെറും 6 മിനിറ്റ് മാത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ആപ്പ് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. എല്ലാം കൂടെ പരിശോധിക്കുന്നില്ല, ചെക്ക് ചെയ്ത് നോക്കുക. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ആപ്പ് ടൈമർ ഉണ്ട്. നമുക്ക് ടൈം സെറ്റ് ചെയ്ത് ഓരോ ആപ്പിനും പ്രത്യേകം ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആ ആപ്പിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ടൈം ഡീറ്റെയിൽസ് കിട്ടും. ഏറ്റവും അവസാനം കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ടൈമർ സെറ്റ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് ആണെങ്കിൽ 1 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വരും. അങ്ങനെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബെഡ് ടൈം മോഡുണ്ട്. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരു 11 മണിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെഡ് ടൈം മോഡിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിനകത്ത് ഒരു പ്രത്യേക കളറിലേക്ക് മാറുകയും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് ഉറങ്ങാനായിട്ടുണ്ടെന്ന്. അത് നമുക്ക് രാവിലെ 6 മണിക്കാണോ എത്ര മണിക്കാണോ വേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഫോക്കസ് മോഡുണ്ട്. ഫോക്കസ് മോഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. അതുപോലെ സ്ക്രീൻ ടൈമിംഗ് റിമൈൻഡർ, നമുക്ക് ഓവർ ടൈം
ഇപ്പം ഒരു ദിവസം നമ്മൾ ഒരുപാട് സമയം നമ്മൾ വാട്സപ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം റിമൈൻഡർ നമ്മൾ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടൈം സെറ്റ് ചെയ്താൽ ഒരു 5 മണിക്കൂർ ഒരു ദിവസം മൊബൈൽ ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ആ 5 മണിക്കൂർ സ്ക്രീൻ ടൈം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് പാരൻ്റൽ കൺട്രോൾ എന്നുണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമുക്ക് കുട്ടികളുടെ മൊബൈൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പാരൻ്റൽ കൺട്രോൾ ഇതിനെക്കുറിച്ച് ആവശ്യമാണെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ എത്ര മണിക്കൂർ ഏതൊക്കെ ആപ്പുകൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതും എത്ര തവണ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഉപയോഗിച്ചു എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഫോൺ ആരെങ്കിലും എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.